ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ Q1 റിസൾട്ട്സ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം ആരൊക്കെയാണ് വിന്നേഴ്സ്, അതുപോലെ ആരൊക്കെയാണ് ലൂസേഴ്സ് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ക്ലിയർ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റി 500ൽ റവന്യൂ നല്ല രീതിയിൽ കൂടി 3 കമ്പനികളാവും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഗ്രോത്ത് ക്യാപ്ചർ ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ വേറെ പാരാമീറ്റേഴ്സിലും ഇവർ വളർന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ചില കേസിൽ ഗ്രോത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ചില കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൺസേൺസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് ഷാലെ ഹോട്ടൽസ് ആണ്. അപ്പൊ ഈ ഒരു കമ്പനി ഇന്ത്യയിലെമ്പാടുള്ള പല ഹൈ എൻഡ് ഹോട്ടൽസിന്റെ ഓണർ, ഡെവലപ്പർ, അസറ്റ് മാനേജർ, ഓപ്പറേറ്ററും ആണ്. അതിൽ ഹോട്ടൽ ലൈക്ക് മിക്സഡ് യൂസ് ഡെവലപ്പറും ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഹോട്ടൽ ബിസിനസ് മാത്രമല്ല, അതിനേക്കാളും കൂടുതലാണ്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ ഹോട്ടൽസ് അതുപോലെ റിസോർട്ട്സ് റവന്യൂയിലേക്ക് 87% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി റൂം റെന്റൽസ്, ഫുഡ് ആൻഡ് ബിവറേജ് അതുപോലെ അതർ സർവീസസിൽ നിന്ന്. അപ്പം ഇവരുടെ പ്രോപ്പർട്ടീസ് മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ, എൻസിആർ, ഗോവ അതുപോലെ ഋഷികേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഏകദേശം 11 ഹോട്ടൽസ് ഉണ്ട്, 3351 റൂംസ്, അതിൽ 11 ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഷാലെ തമ്മിലുള്ള ഹോട്ടൽസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാരിയറ്റ്, ഹയാത്ത് പോലുള്ള ഗ്ലോബൽ ബ്രാൻഡ്സിന്റെ കൂടെ പാർട്ണർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഹോട്ടൽസ് കൂടാതെ കമ്പനി അവരുടെ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ലീസ് ചെയ്തുകൊണ്ടും സ്ഥിരമായിട്ട് വരുമാനം നേടുന്നുണ്ട്. 2025 ഫൈനാൻഷ്യൽ റവന്യൂ 11.2% ഇത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് 2.4 മില്യൺ സ്ക്വയർ ഫീറ്റ് ഗ്രേഡ് എ ഓഫീസ് സ്പേസ് ഉണ്ട്. അതിൽ 70% കൂടുതൽ ലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ നൽകുന്നുണ്ട്. അതിൽ ഹോസ്പിറ്റാലിറ്റിയുടെ സൈക്ലിക്കൽ നേച്ചർ ബാലൻസ് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡലിന്റെ തേർഡ് പീസ് വരുന്നത് റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് ആണ്. 2025 ഫൈനാൻഷ്യലിൽ ഇത് റവന്യൂവിൽ ഒന്നും നൽകിയിട്ടില്ല. എന്നാൽ 2026 ഫൈനാൻഷ്യൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിലെ കോർമംഗല പ്രോജക്ട് ഷാലെ അവരുടെ മിക്ക ഇൻവെന്ററീസും വിറ്റിട്ടുണ്ട്. അതുപോലെ Q1 ഫൈനാൻഷ്യൽ 2026 റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബിസിനസ്സിലേക്ക് സെയിൽസ് അതിൽ പ്രോഫിറ്റബിലിറ്റി ആഡ് ചെയ്തുകൊണ്ട്. അപ്പം ഈ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഇവരുടെ റവന്യൂ കൂടാനായിട്ട് കാരണമായത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവരുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ Q1 ഫൈനാൻഷ്യൽ 2026 ഷാലെ ഹോട്ടൽസ് സ്ട്രോങ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റഡ് റവന്യൂ 895 കോടിയായിരുന്നു. അപ്പോൾ ഇയർ ഓവർ ഇയർ 148% കൂടുതൽ. അതുപോലെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് 203 കോടിയായിരുന്നു. ഇയർ ഓവർ ഇയർ 233% കൂടുതൽ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 357 കോടി കൂടി, മാർജിൻ 40%. അപ്പം ഇത് മെയിൻ ആയിട്ട് ഉണ്ടായത് അവരുടെ ഗ്രോത്തിൽ വലിയൊരു ഭാഗം വിവേരിയ കോർമംഗല റെസിഡൻഷ്യൽ പ്രോജക്ടിന്റെ റവന്യൂ റെക്കഗ്നൈസേഷൻ വന്നതുകൊണ്ടാണ്. അപ്പം മുമ്പ് ഇത് ബിസിനസ്സിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലായിരുന്നു. എന്നാൽ Q1 ഫൈനാൻഷ്യൽ 2026 ടോട്ടൽ റവന്യൂയിലേക്ക് 48% ഉണ്ടാക്കി. അതുപോലെ തന്നെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റിനുള്ള റവന്യൂ റെക്കഗ്നൈസേഷൻ Q2 തുടരുമെന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു വൺ ഓഫ് ഒഴിച്ച് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ആനുവിറ്റി ബിസിനസ് ഇയർ ഓവർ ഇയർ 27% റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 37% ഇയർ ഓവർ ഇയർ എബിറ്റ ഗ്രോത്തും. അപ്പം ഇത് കോർ പോർട്ട്ഫോളിയോയുടെ സ്റ്റഡി ഡിമാൻഡാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് നല്ലപോലെ പെർഫോം ചെയ്തു. ഇപ്പോൾ ഹോട്ടൽസിലെ റൂമൊക്കെ എന്താണ് ഫുൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ റൂം റെന്റ്സ് എന്താണ് 17% വരെ കൂടിയതും, അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജ് റവന്യൂ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ റെന്റൽ പോർട്ട്ഫോളിയോ 100% ഗ്രോത്തോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, റിയൽ എസ്റ്റേറ്റ് റവന്യൂ ഒഴിവാക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂയിലേക്കുള്ള ഷെയർ ഇവിടെ കൂടും. അപ്പം കമ്പനി ഇവിടെ എന്താണ് ഒരു സിംഗിൾ ബിസിനസ്സിലേക്കല്ല ഇവിടെ ആശ്രയിച്ചിട്ടുള്ളത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അസറ്റ് ഓണർഷിപ്പ്, ഹോസ്പിറ്റാലിറ്റി, ആനുവിറ്റി ഇൻകത്തിന്റെ ഒക്കെ ഒരു മിക്സിലേക്ക് അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരെന്താണ് മെഷർഡ് ഗ്രോത്ത് അപ്രോച്ച് ആണ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ട് ക്വാർട്ടർ പെർഫോമൻസ് ഇവരുടെ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ റെസിഡൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഒരു തവണ മാത്രമാണ്, അതായത് നോൺ റെക്കറിംഗ് ആണ്. പക്ഷേ നമ്മൾ മാനേജ്മെന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഹോസ്പിറ്റാലിറ്റിയും കൊമേഴ്ഷ്യൽ ബിസിനസ്സും തുടർച്ചയായിട്ട് ഗ്രോത്ത് കാണിക്കുമെന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ കമ്പനിയുടെ ഗ്രോത്ത് കാരണം ഡെയിലി ഓപ്പറേഷൻസ് ലഭിക്കുന്ന ക്യാഷ് ഫ്ലോ 37% കൂടി. അതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് തുടരുമെന്ന് മാനേജ്മെന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? അപ്പം മാനേജ്മെന്റ് ഇവിടെ ലക്ഷ്യമിടുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴേക്കും 5000 റൂം എന്ന മാർക്ക് മറികടക്കുമെന്നാണ്. അപ്പം ഇവിടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് അടുത്ത കുറച്ച് വർഷങ്ങളുള്ളിൽ തന്നെ 10% റവന്യൂ പെർ അവൈലബിൾ റൂം ഗ്രോത്ത് വരുമെന്നാണ്. അപ്പോൾ Q4 മാനേജ്മെന്റ് പറഞ്ഞത് അടുത്ത 2 മുതൽ 3 ക്വാർട്ടറിനുള്ളിൽ അവരുടെ കൊമേഴ്ഷ്യൽ ഇൻവെന്ററിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്തും എന്നതിൽ അവർ ഫുള്ളി കോൺഫിഡന്റ് ആണ് ഇവിടെ. ഇനിയിപ്പം അതുപോലെ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ക്വാർട്ടറിൽ ഓക്യുപ്പൻസി 90% വരെ എത്തുമെന്നാണ് അവരിവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ പ്രൊമോട്ടർ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 31% ഇവിടെ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് താരതമ്യം, എന്താണ് അവർക്ക് കുറവ് ROE ആണ് അവർ നൽകിയിട്ടുള്ളത്.
സോ ഇതാണ് ഷാലെ ഹോട്ടൽസ്. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് കമ്പനി ഏതാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് നെറ്റ്വെബ് ടെക്നോളജീസ് ആണ്. അപ്പോൾ കമ്പനിക്ക് എയും ഡേറ്റ സെന്റർ ലോക്കലൈസേഷൻ ട്രെൻഡ് കൊണ്ടും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് പല സർവീസ് ഉണ്ടെങ്കിലും അവരുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പം ഇതിൽ നിന്നാണ് മെയിൻ ബിസിനസ് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് കമ്പനി ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലൈൻ. ഇപ്പോൾ ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 35.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇയർ ഓവർ ഇയർ 54% വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇത് തന്നെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റിസർച്ച് ലാബിലും ഡിഫൻസ് പ്രോഗ്രാമിലും ഡേറ്റ ഹെവി എന്റർപ്രൈസസിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സർവീസ് ഒക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതുപോലെ NMDC ഡേറ്റ സെന്റർ പോലത്തെ ലീഡിംഗ് അക്കാഡമിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ റവന്യൂ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഹൈപ്പർ കൺവേർജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രീം റവന്യൂവിന്റെ 35.2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓവർ ദി ഇയർ 51% വളർന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വെബ് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് സിസ്റ്റംസ് അല്ല ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ട്, സ്റ്റോറേജ് അതുപോലെ നെറ്റ്വർക്കിംഗ് ഇതെല്ലാം ഒരുമിച്ച് ഒരു സിംഗിൾ സ്റ്റാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഇത് കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ പ്രൈവറ്റ് ക്ലൗഡ് അല്ലെങ്കിൽ എന്താണ് ഹൈബ്രിഡ് ക്ലൗഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഇന്ത്യയുടെ ഡേറ്റ സെന്റർ ഗ്രോത്തിനും ലോക്കൽ ഡേറ്റ റൂൾസ് കൊണ്ടാണ് വളർന്നത്. ഇനി അടുത്ത അവരുടെ വരുന്നത് AI ബിസിനസ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് 14.8% നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇരട്ടിയിലധികം. ഇപ്പോൾ GPU ഹെവി സിസ്റ്റംസും 50ലധികം വർക്ക് സ്റ്റേഷൻ മോഡൽസും ലാർജ് ലാംഗ്വേജ് മോഡൽസും അതുപോലെ ജനറേറ്റീവ് AI ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ Skyless.ai അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് GPU ഇൻഫ്രാസ്ട്രക്ചർ വേഗത്തിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നെറ്റ്വെബിന്റെ മെയിൻ ബിസിനസ് 3 പില്ലേഴ്സിലാണ്: ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, പ്രൈവറ്റ് ക്ലൗഡ് അല്ലെങ്കിൽ ഹൈപ്പർ കൺവേർജ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ AI സിസ്റ്റംസും. അപ്പം ഈ 3 പില്ലറിൽ നിന്നുള്ള റവന്യൂ മിക്സിൽ 70% ഷെയർ ഉണ്ട്. അപ്പം ഇത് കമ്പനിക്ക് എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാ സെഗ്മെന്റിൽ നിന്നുള്ള സ്ട്രോങ് ഗ്രോത്ത് കാരണം Q1 ഫൈനാൻഷ്യൽ 2026 ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഇവിടെ സ്ട്രോങ് ആയി. അപ്പോൾ നെറ്റ്വെബിന് ഈ ഒരു വർഷം നല്ലൊരു തുടക്കം തന്നെയാണ് കിട്ടിയത്. ഇയർ ഓവർ ഇയർ റവന്യൂ ഇവിടെ ഇരട്ടിയായി, 301 കോടിയായി. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന് സപ്പോർട്ടായത് AI, HPC, പ്രൈവറ്റ് ക്ലൗഡ് സൊല്യൂഷൻ പോലത്തെ സ്ട്രോങ് പ്രോജക്ട് മിക്സ് കൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 125% കൂടി 45 കോടിയായി, മാർജിൻ 15% ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡബിളായി 30 കോടിയായി. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിയുടെ ഗ്രോത്ത് ടോപ്പ് ലൈനിൽ മാത്രമല്ല വിസിബിൾ, പക്ഷേ ബോട്ടം ലൈനിലും പെർഫോമൻസിലേക്കും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ ഒരു ക്വാർട്ടറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിഫൻസ് സെക്ടറിൽ വലിയൊരു AI ഓർഡർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പം ഇത് റവന്യൂ കൂട്ടുക മാത്രമല്ല ചെയ്ത്, മറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളത് മാർക്കറ്റിൽ അവർ കാണിച്ചു കൊടുക്കും കൂടിയാണ് ചെയ്തത്. AI സെഗ്മെന്റ് ഇയർ ഓവർ ഇയർ 300% വളർന്നു. അതുപോലെ റവന്യൂയിലേക്ക് 1/3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് ഗവൺമെന്റും എന്റർപ്രൈസ് കസ്റ്റമേഴ്സും AI സൊല്യൂഷൻസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡിമാൻഡ് ഇവിടെ പെട്ടെന്ന് കൂടുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ്വെബിന്റെ GPU സിസ്റ്റം മാനേജ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായ Skyless.ai കസ്റ്റമേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ ഡീൽസിന് ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് ഇവിടെ മാറുന്നുണ്ട്. ഇപ്പം ഗവൺമെന്റ് ഓർഡർ Q1 റവന്യൂയിലേക്ക് 60% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് കമ്പനീസ് AI ആൻഡ് ക്ലൗഡ് സൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ റവന്യൂ ബേസിനെ വളർത്താനും അതുപോലെ തന്നെ എന്താണ് പല കസ്റ്റമേഴ്സിനെയും ഇൻഡസ്ട്രീസിനെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡൈവേഴ്സിറ്റിയും കൂടി ഇവിടെ വളരുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസിന്റെ 30% ട്രേഡ് റിസീവബിൾസ് ആണ്. അതുപോലെ തന്നെ 2025 ഫൈനാൻഷ്യലിൽ ഇത് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള അവരുടെ ക്യാഷ് ഫ്ലോ കൺവേർഷൻ വളരെ ലോ ആണ്. 2025 ഫൈനാൻഷ്യലിൽ അവരുടെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ഈവൻ നെഗറ്റീവ് ആണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ മീഡിയൻ നെറ്റ് പ്രോഫിറ്റ് ടു CFO കൺവേർഷൻ 0.23 നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അർത്ഥം പ്രോഫിറ്റ് ക്യാഷ് ആക്കി മാറ്റുന്നതിൽ കമ്പനി സക്സസ്ഫുൾ അല്ലായിരുന്നു എന്നതാണ്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് ഇവിടെ കോൺഫിഡന്റ് ആണ് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ 35 മുതൽ 40% ടോപ്പ് ലൈൻ CAGR ഗ്രോത്ത് നേടാം എന്നതിലൊരു കാര്യത്തിൽ. അപ്പം AI സെഗ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രോത്ത് സെഗ്മെന്റ് ആയിട്ട് ഇവിടെ പൊസിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ റവന്യൂയിലേക്ക് 20% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് ഇത് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ 22% വരെയൊക്കെ എത്താം. ഇനിയിപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് ഏകദേശം 230 കോടിയുടെ ഓർഡർ ബുക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ കൂടെ കമ്പനി പറഞ്ഞത് അവർ L1 അതായത് ഓർഡർ അവാർഡ് ചെയ്തു, പക്ഷേ ഓർഡർ ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തത്. Q1 460 കോടി ഉണ്ടായിരുന്നു. സോ ഓർഡർ ബുക്ക് പ്ലസ് L1 കൂട്ടിയാൽ ടോട്ടൽ വാല്യൂ 600 മുതൽ 700 കോടി റേഞ്ചിലാണ്. അപ്പോൾ ഈ അടുത്ത് 1734 കോടിയുടെ AI ഇൻഫ്രാസ്ട്രക്ചർ ഡീല് ഇന്ത്യൻ AI മിഷൻ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഓൾമോസ്റ്റ് 151.35% അപ്പോൾ ഇത് മോസ്റ്റ്ലി 2026 ലാസ്റ്റ് ക്വാർട്ടർ അതുപോലെ 2027 ഫസ്റ്റ് ഹാഫിനുള്ളിൽ നടപ്പിലാകും. അപ്പോൾ ഇന്ത്യ AI മിഷൻ ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ആണ്.
അപ്പോൾ ഇവരുടെ ലക്ഷ്യം കോംപ്രഹെൻസീവ് AI എക്കോസിസ്റ്റം ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ മാനേജ്മെന്റ് ഇവിടെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ബിസിനസ് ഓർഡർ ബുക്ക് വാല്യൂവിന് മാത്രം നോക്കിയിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഇവരുടെ ഓർഡർ എക്സിക്യൂഷൻ സൈക്കിൾ പൊതുവെ ഷോർട്ടാണ്, ഒരു 8 മുതൽ 16 ആഴ്ചയുടെ ഇടയ്ക്കാണ് വരുന്നത്. ഒരു ആവറേജ് ഒരു 12 ആഴ്ചയാണ്. എന്നാൽ ഇവിടെ എന്താണ് കമ്പനി അവർ ക്യാഷ് കൺവേർഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത കമ്പനി ഏതാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ബ്രഹ്മോസ് മിസൈലിനായിട്ട് റോ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. അതാണ് PTC ഇൻഡസ്ട്രീസ്. അപ്പോൾ കഴിഞ്ഞ 56 വർഷമായിട്ട് ക്രിട്ടിക്കൽ അതുപോലെ സൂപ്പർ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് ഹൈ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് കോമ്പൗണ്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് PTC ഇൻഡസ്ട്രീസ്. അപ്പോൾ PTC 75% പ്രോഡക്ട്സ് ലോകമെമ്പാടുള്ള വെൽ നോൺ കമ്പനീസ് ആയിട്ടുള്ള റോൾസ് റോയ്സ്, സീമെൻസ്, GE, മെറ്റ്സോ, എമർഷൻ പോലത്തെ ഗ്ലോബൽ റെപ്യൂട്ടഡ് കമ്പനീസിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാർട്സ് ക്രിട്ടിക്കൽ അതുപോലെ സൂപ്പർ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫെയിലിയേഴ്സ് അലൗഡ് അല്ലാത്ത ഏരിയാസ് ലൈക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിൻസ്, പവർ പ്ലാന്റ്സ്, ഡിഫൻസ് എക്യുപ്മെന്റ്, ഹെവി ഇൻഡസ്ട്രിയൽ മെഷീൻസിലേക്കൊക്കെ. ഓൾമോസ്റ്റ് ഔട്ട്പുട്ടിന്റെ 4/3 റോൾസ് റോയ്സ്, സീമെൻസ് പോലത്തെ വെൽ നോൺ ഗ്ലോബൽ കസ്റ്റമേഴ്സിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ട്രസ്റ്റ് അതുപോലെ ക്വാളിറ്റിയുടെ ഒരു സ്ട്രോങ് സിഗ്നൽ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം കമ്പനി ഇപ്പം ഡിഫൻസ് അതുപോലെ ഹൈ മെഷീനറിക്കായിട്ട് പല റേഞ്ചിലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അലോയ് ആൻഡ് നോൺ അലോയ് സ്റ്റീൽ കാസ്റ്റിംഗ്. അപ്പം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ നമ്മൾ ഉരുക്കിയിട്ട് മോൾഡിൽ ഒഴിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് മാറ്റുന്നതാണ്. അപ്പം അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ നമ്മൾ ബാക്കിയുള്ള എലമെന്റ്സ് ലൈക്ക് ഇപ്പോൾ ക്രോമിയം അല്ലെങ്കിൽ നിക്കലായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. അപ്പം ഇത് കൂടുതലും ഹീറ്റ് റെസിസ്റ്റന്റ് അതുപോലെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നോൺ അലോയ് അല്ലെങ്കിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞത് സിമ്പിളാണ്, അതുപോലെ തന്നെ ഇവിടെ ചീപ്പുമാണ്. അപ്പോൾ എക്സ്ട്രീം പെർഫോമൻസ് ആവശ്യമില്ലാത്തടത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈറ്റാനിയം കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ്ങും ലൈറ്റ് വെയിറ്റും ആണ്, അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കാത്ത ഒന്നുമാണിത്. അപ്പോൾ എയറോസ്പേസ് അതുപോലെ ഡിഫൻസിലൊക്കെ ഇത് വളരെ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത് മെഷീൻ കോമ്പോണൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ CNC മെഷീൻ ഉപയോഗിച്ച് ഹൈ പ്രിസിഷനായി ഷേപ്പ് ചെയ്ത പാർട്സ് ആണ് ടൈറ്റ് ടോളറൻസ് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർക്ക് എയ്റോ അലോയ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന സബ്സിഡറി ഉണ്ട്. അപ്പോൾ ഇവരാണ് എയ്റോസ്പേസ് കോമ്പൗണ്ടിന് മാർക്കറ്റിൽ സെർവ് ചെയ്യുന്നത്. അതുപോലെ ഫ്യൂച്ചർ ഗ്രോത്തിനും സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ICICI സെക്യൂരിറ്റീസ് പ്രകാരം ഇവരുടെ ബിസിനസ്സിന് ഒരു യൂണിക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ലെവലിൽ വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമാണ് എയ്റോസ്പേസ് ഗ്രേഡ് സൂപ്പർ അലോയ് കാസ്റ്റിംഗ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പം Q1 ഫൈനാൻഷ്യൽ 2026 ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഫ്രം ഓപ്പറേഷൻസ് 107% കൂടി 97.15 കോടിയായി. എന്നാൽ എക്സ്പെൻസ് ഇവിടെ അതിലും വേഗത്തിലാണ് കൂടിയേക്കുന്നത്. 140% വരെ കൂടി 88.37 കോടിയായി. അപ്പോൾ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 13% കുറഞ്ഞു. ഇപ്പോൾ 8.78 കോടിയായി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 21.4% നിന്ന് 9% ഇവിടെ ചുരുങ്ങി. അതായത് 1240 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞു. അപ്പം ഇതിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതർ ഇൻകം ഓൾമോസ്റ്റ് 3 ഇരട്ടിയായിട്ട് കൂടി 10.57 കോടിയായി. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ ചലഞ്ചസ് ഇവിടെ ഉണ്ടെങ്കിലും ഓവറോൾ പ്രോഫിറ്റിൽ എന്താണ് ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇവിടെ പകുതിയായിട്ടുണ്ട്, 1.67 കോടിയായി. കാരണം കമ്പനി എന്താണ് ഡെപ്റ്റ് കൂടുതൽ കുറച്ചിട്ട് ഇവിടെ ഫൈനാൻഷ്യൽ റിസ്ക് കുറച്ചു. അതായത് 181 കോടിയിൽ നിന്ന് 61 കോടിയായിട്ട് ഡെറ്റ് ഇവിടെ കുറച്ചു. എന്നാൽ ഇവിടെ ഡിപ്രീസിയേഷൻ ഇരട്ടിയായി, 8.63 കോടിയായി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന പുതിയ അസറ്റ്സ് ഒക്കെ എന്താണ് പ്രൊഡക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് തന്നെ എന്താണ് അത് റിപ്പോർട്ടഡ് ഏർണിംഗ്സിൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് റവന്യൂ ഉണ്ടെങ്കിലും പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 10.5% നിന്ന് 5.3% കുറഞ്ഞു. അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇവിടെ എന്താണ് ഗ്രോത്ത് സ്ട്രോങ് ആണ്, പക്ഷെ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതുപോലെ ഡിപ്രീസിയേഷൻ ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഏർണിംഗ് കൺവേർഷൻ ഇവിടെ മ്യൂട്ടഡ് ആണ്. ഇപ്പോൾ Q1 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനീസിൽ ഒന്നാണ് PTC എന്ന് പറയുന്നത്. പക്ഷേ എഫിഷ്യൻസി മോശമായത് പ്രോഫിറ്റബിലിറ്റി അതായത് പ്രോഫിറ്റ് അതുപോലെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ PTC ഇൻഡസ്ട്രീസ് ക്യാഷ് കൺവേർഷനും ഫെയിൽ ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ 3 വർഷത്തിൽ 67% CAGR വളർന്നിട്ടുണ്ട്. ഇപ്പോൾ CFO 5.4% CAGR മാത്രമാണ് വളർന്നിട്ടുള്ളത്. അതിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ജസ്റ്റ് 14 കോടിയിലാണ് നിൽക്കുന്നത്. കാരണം കമ്പനിയുടെ ഇൻവെന്ററീസിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഇൻവെന്ററീസ് 2024 74 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 181% കൂടി 208 കോടിയായി. ഇതാണ് Q1 ഫൈനാൻഷ്യൽ 2026 100%-ലധികം റവന്യൂ ഗ്രോത്ത് റെക്കോർഡ് ചെയ്ത 3 കമ്പനികൾ. ഷാലെ ഹോട്ടൽസ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് റവന്യൂ റെക്കഗ്നൈസേഷൻ കൊണ്ട് സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചു. ഇനിയിപ്പോൾ നെറ്റ്വെബ് ടെക്നോളജീസ് എല്ലാ സെഗ്മെന്റിലും നന്നായി ഒരു പെർഫോം ചെയ്തു, അതുവഴി അവർ സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചു. ഇപ്പോൾ PTC ഇൻഡസ്ട്രീസ് അവർ കാസ്റ്റിംഗ് ടെക്നോളജീസ് IP സ്ട്രെങ്ത് കൊണ്ട് ഗ്രോത്ത് കാണിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണ് കംപ്ലീറ്റ് പിക്ചർ ഉണ്ട്, അതായത് ബിസിനസ് ഗ്രോത്ത് സ്റ്റോറിയും മെയിൻ പോയിന്റ്സും ഉണ്ട്.
അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ താഴെ കമന്റ്സിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.